വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 പബ്ലിക് എക്സാമിന് പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പാർട്ട് ബി ആയ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻസും അവ എത്ര മാർക്കിനൊക്കെ ചോദിക്കാം, അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പാർട്ട് ബിയിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ ഓരോ ചാപ്റ്റേഴ്സിനെയും നമുക്കറിയാം 6 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 6 ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് നോക്കാം. നമുക്കറിയാം 20 മാർക്കിനാണ് ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പാർട്ട് ബിയിൽ 20 മാർക്കിനാണ് തിയറി ക്വസ്റ്റ്യന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാറുള്ളത്. 6 ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ലേൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഫസ്റ്റ് ചാപ്റ്ററിന് 3 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 5 മാർക്കാണ്. ദെൻ തേർഡ് ചാപ്റ്റർ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 2 മാർക്കാണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ഗ്രാഫ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 3 മാർക്കാണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ജുനൂക്കാത്ത. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS എന്ന് പറയുന്ന യൂണിറ്റ്. ആ ഒരു യൂണിറ്റിന് 2 വെയിറ്റേജ് വരുന്നത് പുതിയൊരു 2026 പബ്ലിക് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും തിയറി ക്വസ്റ്റ്യൻസിന് വരുന്ന വെയിറ്റേജ്, ഓരോ ചാപ്റ്റേഴ്സിനും എത്ര മാർക്കിന് വരെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിനും ഈ ഒരു പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നാണല്ലോ ചാപ്റ്ററിൻ്റെ പേര്. 3 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഈ ചാപ്റ്ററിന് ഒരു 2 തൊട്ട് 3 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഒരു 2-3 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു അതേ വെയിറ്റേജിന് 2 തൊട്ട് 3 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു 2-3 മാർക്കിന് ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഒരു 2 തൊട്ട് 3 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്ററിന് ഇത്രയും ക്വസ്റ്റ്യനാണ് നമുക്ക് ചോദിക്കാൻ പബ്ലിക് എക്സാമിന്, ഇനി വരുന്ന എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് സ്പ്രെഡ്ഷീറ്റ് എന്നാണ്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 5 മാർക്കാണ് വരുന്നത്. ദെൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന യൂണിറ്റ്. സോ ഈ ഒരു യൂണിറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഫീച്ചേഴ്സ് ഓഫ് ലിബ്രെ ഓഫീസ് കാൽക്ക് ഓർ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ, നമുക്കറിയാം ലിബ്രെ ഓഫീസ് കാൽക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് 2 മാർക്കിന് വരെ എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് ഡിഫൈൻ വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. എന്താണ് വർക്ക് ബുക്ക്, എന്താണ് വർക്ക് ഷീറ്റ് എന്ന് ഡിഫൈൻ ചെയ്യാനും, അതുപോലെ വർക്ക് ബുക്കും വർക്ക് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊരു 2 മാർക്കിന് വരെ എക്സാമിന് ചോദിക്കാം. ദെൻ അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എ ഫങ്ഷൻ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യന് ചോദിക്കും. ഓർക്കണം, ഫോർമുല അല്ല, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്.
ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമുല ആൻഡ് ഫംഗ്ഷൻ. ഫോർമുലയും ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഒരു 2 മാർക്കിന് നമുക്ക് ചോദിക്കാൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 3 മാർക്കിന് ചോദിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ എനി 3 ലോജിക്കൽ ഫംഗ്ഷൻ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് കോമൺലി അവൈലബിൾ ഇൻ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ പാക്കേജ് ബൈ ഗിവിങ് റെലവൻറ്റ് സിൻറ്റെക്സ്. ഏതെങ്കിലും ഒരു 3 ലോജിക്കൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും 3 മാത്തമാറ്റിക്കൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും 3 ഫിനാൻഷ്യൽ ഫംഗ്ഷനോ, അങ്ങനെ ആ 3 ഫംഗ്ഷൻസ് ചോദിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട സിൻറ്റാക്സ് എഴുതി വെക്കാനായിട്ട് പറയുന്ന ഒരു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണാറുണ്ട്. പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഗീവ് സിൻറ്റാക്സ് ഓഫ് എനി 2 ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു 2 ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എഴുതി വെക്കാനായിട്ട് ഒരു 2 മാർക്കിന് ഈ ഒരു യൂണിറ്റിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ദെൻ ഈ ഒരു യൂണിറ്റിന് മറ്റൊരു ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു അബ്സല്യൂട്ട് സെൽഫ് റെഫറൻസ് ആൻഡ് റിലേറ്റീവ് സെൽഫ് റെഫറൻസ്. നമുക്കറിയാം 3 തരത്തിലുള്ള സെൽഫ് റെഫറൻസ് ആണ്: അബ്സല്യൂട്ട്, റിലേറ്റീവ്, മിക്സ്ഡ്. ആ അബ്സല്യൂട്ട് സെൽഫ് റെഫറൻസും റിലേറ്റീവ് സെൽഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ നമുക്ക് ഒരു റിലേറ്റീവ് റെഫറൻസ് തരും, അതിനെങ്ങനെയാണ് അബ്സല്യൂട്ട് സെൽഫ് റെഫറൻസ് ആക്കുക അല്ലെങ്കിൽ മിക്സഡ് റെഫറൻസ് ആക്കുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കാം. പിന്നീട് നമ്മൾ 3rd ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നു. 3rd ചാപ്റ്ററിന് ചെറിയൊരു ചാപ്റ്ററാണ്, 2 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് വേരിയസ് കോമ്പണൻസ് ഓഫ് സാലറി ആൻഡ് ഡിഡക്ഷൻ ഇൻ റിലേഷൻ ടു പേറോൾ അക്കൗണ്ടിങ്. പേറോളിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് സാലറി, അതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ഏതൊക്കെയാണ്, സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ്, റൈറ്റ് ദ ഇക്വേഷൻ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഗ്രോസ് സാലറി, നെറ്റ് സാലറി ഇഫ് BP, DA, HRA, PF and SLI are given as salary components and deductions. നമ്മളോട് ഗ്രോസ് സാലറി കണ്ടെത്താനുള്ള ഇക്വേഷനും നെറ്റ് സാലറി കണ്ടെത്താനുള്ള ഇക്വേഷനും പേറോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഗ്രോസ് സാലറിയിൽ എന്തൊക്കെ വരും, ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻസ് കിഴിച്ചിട്ട് വരുന്നതാണ് നെറ്റ് സാലറി. അത് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ എഴുതി വെക്കാൻ നമ്മളോട് പറയുന്ന ഒരു ക്വസ്റ്റ്യന് 2 മാർക്കിന് പ്രതീക്ഷിക്കാം. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡെപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റുകൾക്ക് ഡെപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 2 മെത്തേഡാണുള്ളത്, SLM-ഉം അതുപോലെ DB മെത്തേഡും. സോ ആ മെത്തേഡുകളെ പറ്റി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനാണ് പൊതുവേ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം, 4ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ് എന്നാണ്. ഈ ഒരു ചാപ്റ്ററിന് ഒരു വെയിറ്റേജ് ഉള്ളത് 3 മാർക്കാണ്. ഈ ഒരു ചാപ്റ്ററിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. മിക്ക എക്സാമിനും ചോദിക്കുന്നതും ഇനി വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെയിം എനി 4 എലമെൻറ്റ്സ് ഓഫ് ചാർട്ട്സ്. ചാർട്ട്സിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരു ചാർട്ടിന് എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ടൈറ്റിൽ, ഡാറ്റ ലേബിൾ പോലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 4 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ദെൻ അടുത്തത് നെയിം 4 ടൈപ്സ് ഓഫ് ചാർട്ട്സ് അവൈലബിൾ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ള 4 ചാർട്ടുകളുടെ പേര്, ലൈക്ക് പൈ ചാർട്ട് പോലുള്ള 4 ചാർട്ടുകളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് എക്സാമിന് ചോദിക്കാം. ദെൻ പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട്. ചാർട്ട്സിലും ഗ്രാഫ്സിലൊക്കെ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മളോട് പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കാം. പിന്നീട് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് ചാർട്ട് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. നമ്മൾ കാൽക്കിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതൊരു 2 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു 4ാമത്തെ ചാപ്റ്ററായ ഗ്രാഫ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന യൂണിറ്റിന് ഷുവർ ക്വസ്റ്റ്യനായിട്ട് ഇനി വരാൻ സാധ്യതയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന്. ഇനി നമുക്ക് 5th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. 5th ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ജുനു കാത്ത. പിന്നെ ഈ ഒരു ചാപ്റ്ററിന്
മറ്റു ഒരു വെയിറ്റേജ് വരുന്ന ഒരു 5 മാർക്ക് വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ജുനൂക്കാത്ത എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെയിം ദ 4 സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജുനൂക്കാത്ത. ജുനൂക്കാത്തയിൽ സിസ്റ്റം ജനറേറ്റഡ്, ജുനൂക്കാത്ത എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന 4 ലെഡ്ജർ അക്കൗണ്ട്സുകളുടെ പേരെന്താണെന്ന് 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ ലെഡ്ജർ ക്രിയേഷൻ. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതൊരു 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ലിസ്റ്റ് ഔട്ട് ദ സബ് ഗ്രൂപ്പ് ഓഫ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൻ്റെ സബ് ഗ്രൂപ്പ്, അതായത് കറണ്ട് അസറ്റ്സിൽ ക്യാഷ്, ഡെപ്റ്റേഴ്സ്, അത്തരത്തിൽ ബാങ്ക്, അങ്ങനെ കറണ്ട് അസറ്റ്സിൻ്റെ സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് 2 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ചാപ്റ്ററിന്. പിന്നീട് ഈ ചാപ്റ്ററിന് 5 മാർക്കിന് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ താഴെ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രൊസീജിയർ ടു ബി ഫോളോഡ് വൈൽ ക്രിയേറ്റിംഗ് എ കമ്പനി ഓർ പ്രിപ്പയറിംഗ് എ ക്യാഷ് ബുക്ക് ഇൻ ജുനൂക്കാത്ത. ജുനൂക്കാത്തയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് 5 മാർക്കിന് ചോദിക്കാം. ഓർ അതല്ലെങ്കിൽ 5 മാർക്കിന് പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ പ്രകാരമുള്ള ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, അത് ഏത് വോച്ചറിൽ റെക്കോർഡ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്താണ്. നമുക്കറിയാം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷിൽ നമ്മൾ റെസിപ്റ്റ് വോച്ചറിൽ റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് ക്യാപിറ്റൽ വരും. അങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ട് പിന്നെ വിട്ടുപോയ ഭാഗം, ബ്ലാങ്കായി കിടക്കുന്ന ഭാഗം പൂരിപ്പിക്കാനായിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ലാസ്റ്റ് യൂണിറ്റ് ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. 2 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഡാറ്റാ ബേസ്. എന്താണ് ഡാറ്റാ ബേസ്, അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വാട്ട് യു മീൻ ബൈ DBMS, ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു ചാപ്റ്ററിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ അബൌട്ട് ദ കോമ്പണൻസ് ഓഫ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസുകൾ ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിരന്തരം പബ്ലിക് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്വയറീസ്, ഫോംസ്, റിപ്പോർട്ട്. ഇതിൽ 3 പറ്റിയോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും 2 പറ്റിയോ ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ 6 ചാപ്റ്ററിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 6 ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻസും അവ എത്രയൊക്കെ മാർക്കിന് ചോദിക്കാം എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് പിന്നെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.